സൂപ്പർ ഗെയിമർ വോൾട്ടേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു ഗൈസ്. ആൻഡ് ഇതാണ് ഗൈസ് എൻ്റെ ചാനലിലെ ഗ്രാൻഡി വണ്ട ലാസ്റ്റ് എപ്പിസോഡ്. നമ്മൾ സ്കിപ്പിൻ്റെ സ്കിപ്പ് ചെയ്തായിരുന്നു എൻ്റെ വീഡിയോൻ്റെ ചാനലുണ്ട്. ഇന്ന് നമ്മൾ കാർ സ്കിപ്പാണ് ചെയ്യാൻ പോവാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ഓണാക്കിയിട്ട് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് അറിയിച്ച് 1K ഡേയ്സ് എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടി ഗൈസ്. ഓക്കെ നമുക്ക് നല്ല നേരം വീഡിയോ എടുക്കാം. ഇന്ന വീഡിയോ ഇത്തിരി ഇതായിരിക്കും, മറ്റേത് ലോങ് ആയിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും വീഡിയോയുടെ എൻ്റെ എല്ലാം കാണാൻ നോക്കുക. നമുക്ക് നല്ല നേരം വീഡിയോ എടുക്കാം, വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, ഡേ 1. ഓക്കെ ഗൈസ്, ഡേ 1 ആണ് നമ്മൾ എന്നും ഇങ്ങനെ കൊണ്ടുവരുന്നത് ഗൈസ്. പയ്യെ അത് ഡേ 2 ഡേ 3 ആയി മാറും ഗൈസ്. എന്ത് ചെയ്യാനാണ്. ഓക്കെ, സിറ്റേഴ്സ് പഴയ ഐഡിയ തന്നെയാണ്, പക്ഷേ ഇന്ന് ഇത്തിരി പാടാണ് ഗൈസ്. കാരണം അറിയോ, ഈ കാർ സ്കീമിന് ഒരുപാട് ഐറ്റം വേണം ഇവിടെ. ഈ കാർക്ക് ഫ്രഞ്ച്, പിന്നെ എൻജിൻ പാർട്ട്, ബാറ്ററി, സ്പാർക്ക് പ്ലഗ്, ഗ്യാസ്, പിന്നെ പള്ളൊക്കെ. ഈ ഇത്രയൊക്കെ സംഭവങ്ങൾ മതിന് തോന്നുന്നു ഗൈസ്. അതിങ്ങനെ വേണോ നിങ്ങളതിനെ പറയസ്. ഓക്കെ, കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഒരു 7 ആഴ്ചത്തിനടുത്തായി ഇപ്പം തന്നെ. അതൊക്കെ നമ്മളെ ഇവിടെ ചെന്ന് കണ്ടുപിടിക്കൂട, അതാണ് എനിക്ക് ടെൻഷൻ. ടെൻഷൻ അടിക്കില്ല മച്ചാനെ, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എല്ലാം. യെസ് ബോഗീസ്, തള്ള കണ്ട സെറ്റ് ബുക്ക് വിളിക്കുന്നുണ്ട്. തള്ളങ്ങട് പോകുന്നുണ്ട്. ഇപ്പം കാണിച്ച് തരാനുള്ള നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരും. ഇപ്പം നോക്കോ തള്ളച്ച് ഇതുവഴി പോകണ്ടേ. ചിലപ്പോൾ അതങ്ങനെ താഴെ വീണാല, താഴെ വീഴില്ല, എന്നാലും വീണാൽ ഞാൻ പണിയാണല്ലോ. ഇവിടെ ഹാൻഡ് വീൽ ഉണ്ട് കേട്ടോ. സോറി, ഹാൻഡ് വീലല്ല, വീൽ ക്രാങ്ക്. എനിക്ക് തെറ്റിപ്പോലാണ്. ഓക്കെ, തള്ള വരുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും. തള്ളവരുണ്ട്. തള്ളി ഇതൊഴി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നം. വേഗം വാ തള്ളച്ചി, സമയം കളയില്ല. ഓക്കെ, തള്ളച്ച് വരുന്നുണ്ട്. ഓക്കെ, ഓ തള്ളച്ചി ഇത്തിരി കലിപ്പിലാണെന്ന് തോന്നുന്നു. അന്നാലൊരു സീനില്ല, നമുക്കുണ്ടാ പേടി. മച്ചാനെ സമയം കളയല്ലേ നേരത്ത് കേട്ടാ. ഇവിടെ നമ്മുടെ കാർക്കി ഡാഷ്ബോർഡ് തുറക്കണത് നമുക്കറിയാവുന്ന സംഭവം തന്നെയാണ്. 2 മിനിറ്റിലേക്ക് തള്ളവടിയുണ്ട്, നമുക്ക് മറ്റേ സംഭവം കിട്ടൂട്ടാ. അത് ആക്ച്വലി ഒരു നല്ല കാര്യം ഉണ്ടാ. മറ്റേത് ഞാൻ തരുമ്പോൾ പറഞ്ഞോണ്ടിരുന്നേ, ഞാൻ എന്തൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. ഇതെടുത്തിടണം. എടാ മച്ചാനെ വേസ്റ്റ് എടുക്ക്. ആകെ 2 മിനിറ്റ് തന്നുള്ളൂ അവന്മാര്. 2 മിനിറ്റ് പോരനോടാ. ശരിയില്ല, ഇന്ന് കുറച്ചധികം സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടാ. ഇവിടുന്ന് സ്പാർക്ക് പ്ലഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാർ സ്കേപ്പിനുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടാ. 2 മിനിറ്റ് ഇപ്പം തന്നെ ആവും. മച്ചാനെ സമയമില്ലടാ. എടാ വേസ്റ്റ് എടുക്കടാ. മനുഷ്യനെ പേടിയായിട്ട് ഗെയിം കളിക്കാൻ. ഗ്രാൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രക്ക് ഈസി അല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. കാർ ബാറ്ററി എടുത്ത് അവിടെ കൊണ്ടുപോയിക്കണ്ട. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ആൻഡ് എല്ലാം നമുക്ക് കിട്ടിയില്ലേ, എല്ലാം നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു. എല്ലാം ഇവിടെ വന്നാൽ നോക്കട്ടെ. അയ്യോ, സ്ക്രൂ ഡ്രൈവർ വന്നില്ല. മച്ചാനെ സ്ക്രൂ ഡ്രൈവർ അവിടെ ഇരിക്കില്ലേ. സ്ക്രൂ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തു. ഇത് ഡ്രോപ്പ് ചെയ്തു. വേസ്റ്റ് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി തള്ളച്ചിനെ വിളിച്ചു ചേർത്തണ്ടേ അതിന് വേണ്ടി വേസ്റ്റ്. ആൻഡ് കറക്കി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഡാഷ്ബോർഡ് തുറക്കുമ്പോൾ നമുക്ക് അറിയാലോ, അതന്നെ ആ സാധനം തന്നെ ഇട്ടുണ്ടാവും. വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി മാസമാണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. വെപ്പൺ കീ കിട്ടിയതാ മച്ചാനെ, വെപ്പൺ കീ കിട്ടി മച്ചാനെ. ഒരുത്തിനെയും പേടിക്കാനില്ല. തള്ളയില്ലല്ലോ.
ലെറ്റ്സ് ഗോ. കുറച്ചധികം നാളായി ഞാൻ ഈ ഗ്രാനി കളിക്കുന്നത്. വിഞ്ചാനിലൊക്കെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. എടുക്കാണ്ട് പോലെടാ. സൗണ്ട് എടുത്ത് തള്ളച്ചുണ്ടാവും. റെഡിയാം എടുത്ത് വിട്. ഓക്കെ, ഞാൻ വേസ്റ്റ് എടുത്ത് ഇവിടെ സൗണ്ട് തള്ളിങ്ങടം പോകും. എന്നിട്ട് നമുക്ക് നേരെ ഞാൻ വിഞ്ചാനിലെടുക്കാം. ഇത് കിടക്കണം നമ്മുടെ വിഞ്ചാനിൽ. ഓക്കെ ഗായ്സ്, നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ട്. തള്ളിങ്ങാടും പൈത്തിനൂടെ എടുപ്പോവും ഗൈസ്. നമ്മുടെ കിണറ്റിലാണ് നമുക്ക് വിഞ്ചാനിൻ്റെ യൂസ് വരുന്നത്. നമുക്ക് നേരെ തള്ളേച്ചിനെ വിളിച്ചെടുത്തിട്ടുണ്ടേ. ബുക്ക് ഉണ്ടായി വെക്കണം ഗൈസ്. ബുക്ക് നമുക്ക് കാർക്കിയിട്ട് ഫ്രഞ്ച് മേലുണ്ട്. തള്ളേനെ പൂശിയിട്ട് ബുക്ക് കൊണ്ടുപോയി വെക്കണം. ബുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് മറ്റേ ഫ്രഞ്ച് മേടിച്ചെന്ന് എടുക്കാം. ബുക്ക് കൊണ്ടുപോയി മാറ് തള്ളച്ചി മാറിക്ക് തള്ള. 2 മിനിറ്റ് സമയമുണ്ട്. ബുക്ക് കൊണ്ടുപോയി വെക്കണം. ആൻഡ് ഇവിടെ ബുക്ക് വെക്കണം. ആയിട്ട് തന്നെ ഫ്രഞ്ച്. ഇപ്പം സീനില്ല. സാധനം തുറക്കുക. ഇവിടെ ഫ്രഞ്ച് ഇവിടെ ഇരിക്കട്ടെ. സാധനം വെക്കുക. ഫ്രഞ്ച് എടുക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്. എടുത്ത് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഇനി എന്തെങ്കിലും പണി ഉണ്ടാടേ നമുക്ക്. ഇനി ഇത്തിരി സംഭവം മാത്രം കിട്ടിയാൽ മതി നമുക്ക്. കാർസ്കേപ്പിലുള്ള കുറേ സംഭവം നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടാണ്. 1 2 3ാമത്തെ ഐറ്റം കിട്ടി. 4ാമത്തെ ഐറ്റം. ഇനി ഒരു 3 ഐറ്റം കൂടി വേണ്ട ഗൈസ്. ആ 3 ഐറ്റത്തിൽ ഒരു ഐറ്റം ഇപ്പം തന്നെ കിട്ടിയെന്ന് പറയാം ഗൈസ്. എൻജിൻ മാർട്ടില്ലേ, അതിപ്പോൾ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അതേ സ്പെഷ്യലിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്പെഷ്യലിക്ക് കൊണ്ട് എത്ര യൂസ് ഒന്നുമില്ല. സ്പൈഡറിൻ്റെ അടുത്ത് പോകാനാണ് യൂസ്. മറ്റേ സ്പൈഡർ മാമി കേട്ടോ, മറ്റേ സ്പൈഡർ ഗൈസ്. അത് ഓൾറൈറ്റ് ഗൈസ്. ഇവിടെ നമുക്ക് എൻജിൻ മാർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 5 ഐറ്റം കിട്ടി. 2 ഐറ്റം അത് പാട്ടിലോക്കി. പിന്നെ ഒരു ഐറ്റം കൂടിയാണ്. അത് ഏതാണെന്ന് എനിക്കറിയില്ല. പാട്ടിലോക്കി പിന്നെ ഗ്യാസിലിൻ. ഓക്കെ ഗൈസ്, സെറ്റ് എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് കിട്ടി. ഓക്കെ, 5ാമത്തെ ഐറ്റം അവിടെ കൈക്കിറങ്ങണേ. സെറ്റ് ഇതിൻ്റെ അടുത്ത് കൊടുക്കണം. ഡ്രോപ്പ് ചെയ്യാം. എൻജിൻ മാർട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട സൗണ്ട് ഞാൻ കേട്ടില്ലല്ലോ. നമുക്ക് അമ്മാമേനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. അയ്യോ, അമ്മാവനെ ഇനി വിളിച്ചു വരുത്തണം. അതുകഴിഞ്ഞിട്ട് തള്ളച്ചിനെ പൂശി സ്പൈഡർക്ക് എടുത്ത് അവിടെ തുറക്കാം. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവറേ ഇവിടെ വെച്ചേ ഗൈസ്. എങ്ങനെ പണികളിയല്ല. തള്ളച്ചിനെ പൂശണം. അല്ല, തള്ളച്ചിനെ വിളിച്ചു വരുത്തി പൂശിയിട്ട് സ്ക്രൂ ഡ്രൈവർ നിങ്ങടെ തന്നെ അവിടെ പോയി കിടക്കണം. നീ എടാ അവിടെ നിൽക്കണം. നീ എങ്ങാടി പോണേ? പറഞ്ഞില്ലേ പൊട്ട സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, തളച്ചിനെ വിളിച്ചു വരുത്തണം. പൂശണം. അതല്ലേ പ്ലാൻ നോക്കട്ടെ. തളച്ചിനെ പൂശിയിട്ട് സ്പൈഡർക്ക് ഇരിക്കണം. എന്നിട്ട് ഡ്രൈവറേ ഇപ്പം തന്നെ എടുത്തേക്കണം. ഓക്കെ, എന്താ അറിയോ, ക്രൗച്ചില്ലേ മച്ചാനെ, സമയമില്ല ബായ്. എൻ്റെ പൊന്ന് സത്യമായി. ഓക്കെ, ഇവിടെ പോടാ. ഗെയിം ചെറുതായിട്ടൊരു സ്റ്റക്കാണ് കേട്ടോ. നീ സ്പൈഡർക്ക് എടുക്കണം ഇല്ലേ? ആൻഡ് ഹാൻഡ് വീൽ എടുത്തോണ്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, സെറ്റ് മച്ചാനെ പൊളി, മുത്തേ പൊളി.
സെറ്റാണ്. സെറ്റ് സെറ്റ് സെറ്റ്. ഹാൻഡ് വീൽ എടുത്തില്ല മച്ചാനെ. ഹാൻഡ് വീൽ എടുക്കാൻ പോണതിന് മുമ്പേ ഞാൻ ക്രോസ് ബോവും ടാർട്ടും കൂടെ തന്നെ എടുത്തിട്ടേക്കാം. എന്താ അറിയോ, നിങ്ങൾ വന്നമേക്ക് ഇത് വേണ്ടേ പറ്റിയത്. ഇവിടെ തുറക്കടാ. തള്ള സ്പോണായി ഉണ്ടാവും. ചിലപ്പോൾ തള്ള സ്പോണായി ഉണ്ടാവും. നമുക്കിതെടുത്ത് നേരെ അങ്ങോട്ട് ചാടാട്ടോ. ഒന്ന് നോക്കാൻ കേട്ടോ. ഇവിടെ തള്ള സ്പോണായി തോന്നുന്നു. 2 മിനിറ്റൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോവാ. സാധനം എടുത്തോ, ചാടിക്കോ. ലെറ്റ്സ് ഗോ. ഇനിയുള്ള കളികളെല്ലാം വളരെ ടഫുകളായിരിക്കും. ടഫ്. ഇവിടെ മറ്റേ സ്പൈഡർമാനുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടി. ഇല്ലെങ്കിൽ ഐസിട്ട് പോയേനെ. സ്പൈഡർമാൻ ഇത്തിരി ഇടങ്ങേറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സാധനം കണ്ട് വീഴട്ടെ. ഹാൻഡ് വീൽ എടുക്കും. നമ്മളിത്തിരി ഫാസ്റ്റ് ആയിരിക്കും ഡൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒട്ടും സമയമില്ലട്ടോ നമുക്ക്. ഓക്കെ, പ്ലാൻ ഇതിൽ എടുക്കട്ടെ. അപ്പം ഞങ്ങൾ പോണ തള്ളച്ചി അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് ഹാൻഡ് വീല് ഹാൻഡ് വീല് വെച്ചോ മച്ചാനെ. മച്ചാനെ സമയമില്ലടാ, സമയമില്ല. അമ്മേ തളച്ച് നമ്മളെ കണ്ടറാ. തളച്ചിക്ക് നമ്മളെ കാണാൻ പറ്റിയിട്ടാ. എന്തായാലും കൊള്ളാം. ഇനി നമുക്ക് സ്കൂട്ടർ കൊണ്ട് അടന്ന് കോഴിയെടുക്കണം. തള്ളവിടെ കണ്ടറാ. എന്റെ പൊന്നി, ഇപ്പൊ ഞാൻ തള്ളയുടെ വായി ചെന്ന് കയറിയനെ. എനിക്ക് പേടിയായി. ഞാൻ പോവില്ല. തള്ളി ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കോഴി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. തളച്ച് സൗണ്ട് കേൾക്കും. ഓക്കെ, 10 മിനിറ്റ് നമുക്ക് ഇവിടെ നിൽക്കാം. എനിക്ക് ചാടാൻ താല്പര്യമില്ലടാ. 10 മിനിറ്റ്. ഓക്കെ, പ്ലാന് ഈ സമയം കൊണ്ടൊന്ന് നോക്കട്ടെ. തളച്ചിങ്ങോട്ട് കൊണ്ടുവന്നേ നമുക്ക് കോഴിയിലെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് അതുവഴി പോയിട്ട് പ്ലേ ഹൗസ് എടുത്തോണ്ട് ഇങ്ങോട്ട് വരാം. തള്ള വരുന്നത് നമുക്ക് കേൾക്കുമ്പോൾ വെച്ചുണ്ട് കേട്ടോ. ഇവിടെ തള്ള വന്നില്ലല്ലോ. തള്ള വരണ്ടേ, സൗണ്ട് കേൾക്കണ്ട്. എടുത്ത തള്ള വന്നീലടാ. എന്ത് പരിപാടിയാ നോക്കി തളച്ച്. കണ്ട് വേഗം ഒന്ന് പോവേണ്ടതാണ്. റൈറ്റിലേക്കാ ലെഫ്റ്റിലേക്കാ? ലെഫ്റ്റിലേക്ക്. മച്ചാനെ സമയം കളയരുത് കേട്ടാ. സമയം കളഞ്ഞ ഒരു പൊട്ട പരിപാടി പോയിട്ട് എന്ത് ചെയ്തു. കോകിയിലെടുത്തോ. ഒന്ന് വിചാരിക്കും മറ്റേ ഗ്ലിച്ച് ചെയ്യാൻ പാടില്ല ചേട്ടന് വിചാരിക്കും. പക്ഷെ ആ ഗ്ലിച്ചേ ചെയ്ത് നോക്കിയിട്ട് വർക്കാണോ. ഗ്ലിച്ച് എന്തോ പറ്റി. അവിടെ തള്ളച്ചിനോടെ കാണാനില്ല. അമ്മേ തള്ളച്ചി അടിപൊളി മച്ചാനെ. തള്ളച്ചി അവളെ പിടിച്ചെന്ന്. കൊള്ള അടിപൊളി അടിപൊളി. കോഴിയിലെവിടെ കിടക്കണേ? അവിടെ
മറ്റേ കറങ്ങണി വരുന്ന സ്ഥലത്ത്. പക്ഷേ കറങ്ങണിയല്ല, കറങ്ങി വരുന്ന സ്ഥലത്ത്. ഇനി താഴേക്കോൻ പാടാടാ, മുട്ടം പാടാ, നല്ല പാടാ, പറ്റൂല. നമുക്കൊന്നും കൂടി ഇത് ചെയ്യാം ഗൈസ്. തള്ളച്ചിയും കാണും. അന്നേരം നമുക്ക് താഴെ ചെന്ന് ക്രോസ് കൊടുത്ത് തള്ളച്ചിനെ പൂശണം. പൂശി കഴിഞ്ഞിട്ട് നേരെ താഴെ കാടണം. എന്നിട്ട് ആ സ്പൈഡർ മാമിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നേ സ്പൈഡർ മാമിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ല എന്ന് തോന്നി. ആ കാണിച്ചു കൊടുക്കാം, ഞാനാരാന്ന് കാണിച്ചു കൊടുക്കാം സ്പൈഡർ മാമി. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അമ്മാമേ സമയമില്ല, വേഗം വരിക. ആ വരണ്ടേ തള്ളച്ചി, എനിക്ക് മനസ്സിലായി. തള്ളിപ്പോൾ അതൊരു കൂടെ. ആ അമ്മാമേ എന്നെ പിടിക്കണല്ലേ, പിടിക്കാം മാമ എന്നെ. അമ്മാമ എന്നെ പിടിക്കാം മാമേ. നീ എന്നാ പിടിക്കാനും ഒന്നും ചെയ്യാനും ഉള്ള ഗിരാനി തള്ളച്ചി. അയ്യോ എടുത്തോട് ഹാമർ എടുത്തേ ഇവിടെ കൊണ്ടിട്ട് ഗൈസ്. എൻജിൻ ബാർ ഇവിടെ കൊണ്ടിട്ട് തള്ളച്ചി മാഞ്ഞു പോയിട്ടില്ലട്ടോ അവിടെ നിന്ന്. എടാ എന്നാലും എന്ത് പരിപാടിയാന്ന് നോക്കടാ. കോഴിയിൽ എവിടെ ആയിരുന്നു? സീനില്ല, കോഴിയിൽ മറ്റേ സ്ഥലത്തുണ്ടായിരുന്നല്ലേ. കോഴിയിൽ കറങ്ങി പോണ സ്ഥലമില്ലേ, അവിടെ ഉണ്ട്. കോഴിയിൽ എടുത്തോണ്ട് വരാം ആദ്യം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അത് കഴിഞ്ഞിട്ട് പ്ലേ ഹൗസ് എടുക്കാം. വരണ്ട തള്ളച്ചി നോക്കിക്കുന്നല്ലേ നിങ്ങൾ. ഇവിടെ വരാത്തിപ്പാ, അവിടെ ഒരുമാതിരി പരിപാടി കാണിക്കല്ലേ കേട്ടോ. വാട തള്ള തള്ളച്ചി എന്താ വരാത്തേ? വരണ്ട് ഇങ്ങോട്ടാണോ പോണേ? ഇങ്ങോട്ടാണോ പറ. റൈറ്റിന് ലെഫ്റ്റിലോട്ടാണോ പോണേ? ലെഫ്റ്റിന് റൈറ്റിലേക്കാണോ? റൈറ്റിന് ലെഫ്റ്റിലേക്ക് പോയാൽ മതിയായിരുന്നു. തള്ളച്ചിയുടെ സൗണ്ട് കേൾക്കണോടാ. തള്ളച്ച് വന്നില്ല, തള്ളച്ച് വന്നില്ലടാ. എന്ത് പരിപാടിയാ നോക്കും. വരണ്ട് ഇങ്ങോട്ട് നിങ്ങടന്നാ പോണേന്ന് തോന്നുന്നു. നീങ്ങി കൈസ് ഇവിടെ നിൽക്കാനുള്ള വേഗം പോതല്ലേ, മനുഷ്യനെ കൊല്ലല്ലേ പ്ലീസ്. തളച്ചിപ്പോ ആ പോയിട്ട് തള്ളങ്ങളെ പോണേ. നേരെ പിടിച്ചിട്ട് വീടെടുത്തിട്ട് ഓടിപ്പോ. അവിടെ നമ്മളെ കണ്ടു തള്ള എന്ത് വിചാരിച്ച് മച്ചാനെ നമ്മൾ പ്രോ പ്ലെയർ ആണ് കേട്ടാ. ഒരു പ്രാവശ്യം കടി കിട്ടിയെങ്കിലും ഞാൻ പ്രോ പ്ലെയർ ആണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അവിടെ എനിക്ക് ഇപ്പോഴും അതിന്
പേടിച്ച് കിടുങ്ങിയിരിക്കുന്നേ. ഇനി നമുക്ക് വീണ്ടും തള്ളച്ചിയുടെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാമെന്നാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ മച്ചാന്മാരെ നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഒരു പ്രാവശ്യം എന്നെ തളച്ച് പിടിച്ചു. ഇനി നമ്മുടെ അമ്മാമേനെ ഒന്ന് പൂശണം. അതല്ലേ അല്ലേ തളച്ചിട്ട് വളിച്ച് മ്യൂസിക് ഓഫ് ആക്കാറായിട്ടില്ലേ? അല്ല അങ്ങനെ മാരിക്കിടക്കല്ലേ, നാണക്കേടാ കേട്ടാ. എപ്പോഴും എൻ്റെ ഇങ്ങനെ അടി അടിച്ച് കൂട്ടാൻ പറഞ്ഞ എന്താണ് മോശമായി പോയി തളച്ച്. ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ 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 ടൺ 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 ടൺ. ഓക്കെ 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 ഓക്കെ. ഇനി നമുക്ക് ഒന്നുകൂടി തള്ളച്ചിനെ പൂശണം. എന്താ അറിയോ, ആ തള്ളച്ച് കരിഞ്ഞു പോയി തള്ളച്ച്. അങ്ങനെ ഇല്ല പിന്നെ കുറെ നേരെ തുടങ്ങിയിട്ട് നമുക്ക് തള്ളച്ചിനെ ഒന്നുകൂടി പൂശാണ്ടിട്ടാ. എന്താ അറിയോ വേറെ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടിയിട്ടി ഇരിക്കേണ്ടി വരും. ഞാൻ പറയാം. ഓക്കെ ഗൈസ് സെറ്റ്. നമുക്ക് പ്ലേ ഹൗസിയും എടുത്തുകൊണ്ട് വന്നോട്ടാ. ഓക്കെ തിളച്ച് സ്പൂണായിട്ടുണ്ടാവൂലേ? അതെ തിളച്ച് സ്പൂണായിട്ടുണ്ടാവും. ഉണ്ടാവുമെന്നല്ല ഉണ്ടാവും അല്ലേ? സാധനം എടുക്കുക കൊണ്ടുവച്ചോ. ഓക്കെ 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 സെറ്റ്. ഇനി അമ്മാമനെ വിളിച്ചു വരുത്തി പൂശിയിട്ടുണ്ടല്ലോ. പക്ഷെ എന്താണല്ലേ ആ അമ്മാമനെ വിളിച്ചു വരുത്തി പൂശണം. ഓക്കെ തിളച്ചൊന്ന് പൂശിയിട്ടേ നേരെ മേളിൽ ക്യാമറ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കോകിയിൽ താഴേക്കിടണം, ഗ്യാസിൽ താഴേക്കിടണം. ഓക്കെ 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 സെറ്റ്. അല്ല ഗൈസ് നമ്മളീ തുറന്നായിരുന്നു ഇവിടെ പണി നമുക്ക് ഒന്നുകൂടി തിളച്ചടുത്തേക്ക് പോകേണ്ടി വരും. കാരണം സ്കൂട്ടർ എടുത്ത് വന്നിട്ട് തുറന്നിട്ട് ഇതുവഴി ചെയിൻ കട്ട് എടുത്തിട്ടല്ലേ അവിടെ ചെന്ന് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തിളച്ചിനെ കുളിച്ചിട്ടുണ്ടല്ല, ഹാമർ കൊണ്ട് വെള്ളിലേക്ക് പോയിട്ട് ഗ്യാസിലും കോകിയിൽ എടുത്തുകൊണ്ട് വരാം. അല്ല ഗ്യാസിൽ മാത്രം എടുത്തുകൊണ്ട് വരാം. ഓക്കെ അതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ അല്ല ഇത്രയൊക്കെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കേട്ടോ. അതല്ലേ നമുക്ക് തള്ളേനോടുള്ള പേടിയെല്ലാം മാറി കേട്ടാ. അല്ല പിന്നെ നമ്മുടെ അടുത്ത തള്ളച്ചിയുടെ കളി. ഓക്കെ ഗ്യാസിലെടുത്തോണ്ടോ ചേട്ടാ, കോകിയിൽ എടുക്കാൻ പറ്റൂലടാ. എന്താ അറിയോ കോകിയിൽ എടുക്കണമെങ്കിൽ ചെയിൻ കട്ടർ വേണമെങ്കിൽ അത് സേഫിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ മറ്റേ സേഫ് കീ വേണം. സേഫ് കീ വേണമെങ്കിൽ അത് മറ്റേ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അതിനെ എടുക്കേണ്ടി വരും. അങ്ങനെ പണി പാടും നമ്മളെ ഇന്ന് ഉറപ്പാണ്. വീണ്ടും നമുക്ക് മാമീൻ്റെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരും, നമ്മുടെ സ്വന്തം മാമീൻ്റെ അടുത്തേക്ക്. നമ്മുടെ സ്വന്തം മാമീൻ്റെ അടുത്തേക്ക് നമുക്ക് എന്തെങ്കിലും പോവാം ഗൈസ്. ഓക്കെ ഗ്യാസില്ലേ ഞാൻ എന്തെങ്കിലും ഇവിടെ എടുത്തിട്ടേക്കാം. ആൻഡ് പണി പാളീസ്. വീണ്ടും നമ്മൾ ആ തള്ളയുടെ അടുത്ത് തന്നെ പോകാം. സ്ക്രൂ ഡ്രൈവർ ഇല്ലാണ്ട് നടക്കൂലേ, അതുകൊണ്ടാട്ടാ ഞാൻ പോയടാ. ഓക്കെ ഇങ്ങനെ ഒന്ന് ജലദോഷമായിട്ട് ചെറുതായിട്ട് മച്ചാനെ അവിടെ ചെന്നിട്ട് മറ്റേ സിവർ എസ്കേപ്പ് ഇല്ലേ നമ്മുടെ പഴയ ഏരിയ അവിടെയാണ് ഇതുള്ളത്, മറ്റേതുള്ളത്
സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരിക, ചാടിയിട്ട് തൊള്ളയാ. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുക്കണമെങ്കിൽ ആദ്യം തള്ളയുടെ മൂവ് എങ്ങോട്ടാന്ന് നോക്കണം, ഇല്ലാണ്ട് പോയി വായിച്ചത് വിടരുത്. ഓക്കെ, തള്ളച്ചുണ്ട് ഇങ്ങോട്ട് കളിച്ച് പോണേ. വരണ്ട്. ഓക്കെ, തള്ള ഇങ്ങോട്ടാ പോണേ. പക്ഷെ തള്ളച്ച് എപ്പോ കയറി ഇങ്ങോട്ടാണല്ലോ അവിടെ പോണേ. ഇങ്ങോട്ടാ തള്ളച്ചി, ഞാൻ വീഡിയോ കൊണ്ട് തള്ളച്ചി എന്ത് ചെയ്യും തള്ളച്ചി എങ്ങോട്ടാ പോണേ നോക്കണം. ചിലപ്പോൾ അവിടെ നിൽക്കും, ഒരു 2 മിനിറ്റ് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ആ 2 മിനിറ്റ് ഇപ്രാവശ്യം ആലോചിച്ചിട്ടാ നന്നായി. സമാമ അങ്ങോട്ട് പോയി. പൊള്ളി. ഞാൻ വിചാരിച്ചു ഇതിന് ടഫായിരിക്കും. ടഫൊന്നുമല്ല ഏസിഗ്രാനി, അങ്ങനെ ടഫാണോ? നമ്മൾ അമ്മാനോടില്ലല്ലോ. ഇല്ല, അമ്മാനൊന്നും ഇവിടെ ഇല്ലടാ. തള്ളച്ചി വേണം. വരണ്ട. പുള്ളിക്കാരത്തി എവിടെയാണെന്ന് അറിയോ? മറ്റേ സ്ഥലത്താണെന്ന് തോന്നുന്നു. എടേ, മറ്റേ സ്ഥലമില്ലടാ, ബാക്ക് യാർഡ് അവിടെയാന്ന് തോന്നുന്നു. ബാക്ക് യാർഡിലാണ്. കാരണം ഇല്ലെങ്കിൽ ആ ഡോർ വെക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന് വാതളച്ച് നിങ്ങൾ പൂശാൻ വേണ്ടി റെഡി ആയിരിക്കുക. ഞാൻ വരണ്ട് അത് ഗ്ലിച്ചടിച്ചുണ്ട്. ഓക്കെ, നമുക്ക് ഇത്തിരി ഇങ്ങോട്ട് മാറി ഗൈസ്. ഓക്കെ, ഞാൻ പ്ലാനൊന്ന് റെഡി ആക്കിയിട്ട് അപ്പോഴത്തേക്കും തള്ളച്ചിനെ പൂശിക്കായിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ടേ അതൊന്ന് ചെയിൻ കട്ടർ റിലീസ് ചെയ്യണം ഗൈസ്. തുടങ്ങി തള്ളച്ചി കളിക്കില്ലേ നിങ്ങൾ? കളിക്കില്ലേ പറഞ്ഞതല്ലേ? കൊടുക്കാം, എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ കേൾക്കുക. എടുത്തിട്ട് ചാവ എൻ്റെ ഒരു താഴേക്ക് പോയി. എടാ സ്ക്രൂ ഡ്രൈവർ എന്തിയടാ? ഓ തേങ്ങ, സ്ക്രൂ ഡ്രൈവർ എന്ത് വിചാരിച്ച് പേടിച്ചു വേടാ. ഇനി അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കളിക്കേണ്ടി വരും മച്ചാനെ. എടാ ട്രാപ്പ് ഇട്ടിട്ട് തള്ളേ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ ട്രാപ്പ് ഇടല്ലേന്ന്. ഉള്ള വാഴ കണ്ടാ നട്ടക്കണ വഴിയിലാണ് തള്ളച്ചിയുടെ ട്രാപ്പ്. ഈ തള്ളച്ചിരി വാഴയോടാ കൊള്ള വാഴ. അങ്ങനെ സേഫ് ഇതും കിട്ടി. ഈ സേഫിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനുണ്ട് മച്ചാനെ. സോറി, ഉള്ളിലേക്കല്ല. ഓക്കെ, ഇനി നമ്മളവിടെ ചെന്ന് കോകിയിലെടുക്കുന്നു, എസ്കേപ്പ് ആവുന്നു. ഈസി. എടാ ഈ ഗ്രാനി ഗെയിം എനിക്ക് അത്രക്ക് ടഫായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, ഇവിടെ നിന്ന് കുഞ്ഞു അല്ലെങ്കിൽ നമ്മൾ താഴെ വീണ് ചാവേണ്ടി വരും. ഡയലോഗ് അടിച്ചിട്ട് ചമ്മി പോയവരെ പോലീസ്. ഓക്കെ, നമ്മൾ എസ്കേപ്പ് പോകാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഒരുപാട് നമ്മൾ ടഫായിട്ട് പ്ലാൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫൈനലി നമ്മൾ എസ്കേപ്പ് പോകണേ. പക്ഷെ ഞാൻ അങ്ങനെ എസ്കേപ്പ് പോകില്ലേ ഗൈസ്. അങ്ങനെ എസ്കേപ്പ് പോകാൻ പറ്റുമോ നമുക്ക്? തള്ളച്ചിനൊന്ന് പൂശിയിട്ട് തള്ള ഇത്രയും സഹായിച്ച ഒരു സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒന്ന് തള്ളച്ചിനെ പൂശിയിട്ട് പോകാൻ പറ്റുള്ളൂ. നീ ഒരു മര്യാദ ഉണ്ടാവില്ലല്ലോ ഗൈസ്. ഇത്രയും സഹായിച്ച് നമ്മൾ തള്ള നമ്മൾ ഇത്രയും സഹായിച്ചാൽ നമ്മൾ തിരിച്ചൊന്നും ചെയ്യാണ്ടിരുന്ന ഇത് മോശമല്ലേ അല്ലേ? അത് ഭയങ്കര മോശമാണ് ഗൈസ്. അത് നമുക്കെല്ലാം കിട്ടി. ഓക്കെ, അത് മോശമായിട്ട് ഞാൻ തള്ളച്ചിനെ കൊണ്ട് പൂശിയിട്ട് തന്നെ പോകുന്നുള്ളൂ ഗൈസ്. നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യും തള്ളച്ചിനെ പൂശണോ വേണ്ട പറ ഗൈസ്. ഓക്കെ, തള്ളച്ചി അമ്മാമേ നിങ്ങൾ
നിങ്ങളാളത്രക്ക് ശരിയല്ല കേട്ടോ. നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കണേ? ഓതല്ലേ ശല്യം. ഹൈഡൻസിക്കൽ ഓറിയോ പോകണം. നല്ല സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ പൂശിയിട്ട് കളിച്ചില്ല. ഇനി നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാം ഗൈസ്. എല്ലാം പരിപാടികളും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഗ്രാനീന വീണ്ടും അല്ലേ സീനില്ല. നമുക്കാണ് കാറിൽ എസ്കേപ്പ് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും ഫ്രണ്ട് ഡോർ വീണ്ടും ഓപ്പൺ ആക്കും. കാരണം അതിനുള്ള സംഭവം നമ്മുടെ ഉണ്ടല്ലോ അല്ല. അപ്പോൾ 2 ഡോർ എസ്കേപ്പ് ആവും. മച്ചാനെ സീൻ നമ്മൾ എസ്കേപ്പ് ആകുമ്പോൾ എടാ കാർക്ക് എടുക്കാണ്ട് പോടാ വാഴേ. ആൻറ്റി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് സ്റ്റീം കൊണ്ട് നിറയ്ക്കണോടെ. അങ്ങനെ കഴിച്ച് നമ്മൾ ഗ്രാനി വന്നില്ല. 3 എസ്കേപ്പ്: സിവർ എസ്കേപ്പ്, ഡോർ എസ്കേപ്പ്, പിന്നെ നമ്മുടെ സ്വന്തം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ എസ്കേപ്പ്. അതെല്ലാം നമ്മൾ ഒന്ന് എസ്കേപ്പ് ആകാൻ പോകണം. അല്ല എസ്കേപ്പ് ആകാൻ പോകാനല്ല, അങ്ങനെ എല്ലാം കഴിഞ്ഞു. സെറ്റ് റിവേഴ്സ് ഫോർവേഡ് തിരിച്ചു വിളിക്കും മച്ചാനെ. ഇനി നമുക്ക് എന്തായാലും പോകാൻ പറ്റുന്നേ. 3, 2, 1 എടാ തള്ളച്ചയുടെ ചമ്മി ഇരിക്കണണ്ടാ. എങ്ങനെ ഇരിക്കുന്ന തള്ളച്ചിപ്പാ നമ്മുടെ അടുത്ത് പ്രോ പ്ലെയറിൻ്റെ അടുത്ത് കളി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഓളിലേക്ക് ആക്കി ഡേയ്സ്. എന്നാലാണ് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് അതുണ്ടായും കൊള്ളാട്ടാ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം സ്കിപ്പ് ചെയ്ത് ഇപ്പോൾ ബെല്ലൈക്കൺ ഓളിലേക്ക് ആക്കിയിടാം. നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് എന്നാലാണ് ഐസ് വരുള്ളൂ. പിന്നെന്താ ലൈക്ക് ടാർഗറ്റ് 1K ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പൊളിക്കുക ഗൈസ്. ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം പുതിയൊരു വീഡിയോ ഇട്ടുണ്ടായിരിക്കും. ബൈ ഗൈസ്.